ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ ആലപ്പുഴ ജില്ലാ ഹോസ്പിറ്റലിലോട്ടാണ് യാത്ര. കുഞ്ഞുവിൻ്റെ ഡിസബിലിറ്റി കാർഡ് പുതുക്കാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. നല്ല മഴയായിരുന്നു. കുറച്ച് മഴയൊക്കെ തോർന്നിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കല്ലൂനെ കൊണ്ടുപോകുന്നില്ല. പോകുന്ന വഴി അവളെ എൻ്റെ വീട്ടിലാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. ഞാനും കുഞ്ഞും അമ്മയും കൂടിയാണ് പോകുന്നത്. ഓട്ടോ വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ സ്റ്റാഫൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. 10 മണിയൊക്കെ ആകും അവരൊക്കെ വരാനെന്ന് പറഞ്ഞു. കുറച്ച് നേരമൊക്കെ അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ OP ചീട്ട് എടുത്ത് ഓരോ ഡോക്ടേഴ്സിനെ ആയിട്ട് കണ്ടു. ഹോസ്പിറ്റലിനെ പറ്റി പറയാൻ അടിപൊളിയാക്കിയിട്ടുണ്ട്. ജില്ലാ ഹോസ്പിറ്റലിലെ പുതിയ ബിൽഡിംഗ് ഒക്കെ പണിത് നല്ല വൃത്തി. ഡോക്ടേഴ്സ് ആയാലും വളരെ കാര്യമായിട്ട് നോക്കി കുഞ്ഞിനെ. നല്ല ഇതായിരുന്നു. അപ്പോൾ ആദ്യം പീഡിയാട്രീഷ്യനെ കണ്ടു. ഡോക്ടറെ സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ചു. അപ്പോൾ അവിടുന്ന് തന്നെ കുഞ്ഞുവിൻ്റെ ട്യൂബൊക്കെ മാറ്റിയിട്ട് തന്നു. പിന്നെ ഓരോ ഡോക്ടേഴ്സിനെ ആയിട്ട് കണ്ടു. കണ്ണിൻ്റെ ഡോക്ടറെ കണ്ടു, ENT ഡോക്ടറെ കണ്ടു. കേൾവി ടെസ്റ്റ് ചെയ്യണമായിരുന്നു, അത് ചെയ്തു. പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടു, ഡോക്ടർ റിപ്പോർട്ട് മേടിച്ചു. സൈക്യാട്രിസ്റ്റിനെ കണ്ടു, ഡോക്ടർ റിപ്പോർട്ട് മേടിച്ചു. അങ്ങനെ എല്ലാ ഡോക്ടേഴ്സിനെയും കണ്ട് ഫുൾ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് അതിൻ്റെ എല്ലാ റിപ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് അവിടെ ഓഫീസിൽ കൊടുത്തിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇനി മെഡിക്കൽ ബോർഡ് കൂടുമ്പോൾ അവരെ അറിയിക്കും. അപ്പോൾ കുഞ്ഞുമായിട്ട് അവിടെ ചെല്ലണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കാർഡ് വരുന്നത്. കാർഡും അത് നമുക്ക് പോസ്റ്റൽ വഴി വീട്ടിൽ വരും. സർട്ടിഫിക്കറ്റ് അക്ഷയ വഴി നമുക്ക് കോപ്പി എടുക്കാൻ പറ്റും. അപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് പോരുകയാണ്. പോകുന്ന വഴി ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. കുഞ്ഞുവിന് പാലൊക്കെ കലക്കി കൊടുത്തു. അപ്പോൾ ഡിസബിലിറ്റി കാർഡിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുവിനെ പോലെയുള്ള മക്കൾക്ക് ആ കാർഡ് അത്യാവശ്യമാണ്. ആദ്യം നമുക്ക് 5 വയസ്സ് വരെ ഉള്ള പ്രായത്തിലുള്ള കാർഡാണ് കിട്ടുന്നത്. 5 വയസ്സ് കഴിയുമ്പോൾ കാർഡ് നമ്മൾ വീണ്ടും പുതുക്കണം. ഇനിയിപ്പോൾ 18 വയസ്സ് വരേക്കുള്ള കാർഡാണ് നമുക്ക് കിട്ടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരാവശ്യത്തിനോ ഒരു ചികിത്സാ സഹായത്തിനോ അല്ലെങ്കിൽ പെൻഷന് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരാവശ്യത്തിന് ഡിസബിലിറ്റി കാർഡ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് പോയ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നു. അപ്പോൾ തിരിച്ച് ഞങ്ങളെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.